ശിവഭഗവാൻ കാശിക്ക് പോകാനായിട്ട് പോയ സമയത്ത് ഇവിടെ ഒരു രാത്രി സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ സ്റ്റേ ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ ശിവഭഗവാന്റെ കൂടെ 99,99,999 ദേവന്മാരും ദേവതകളും ഉണ്ടായിരുന്നു. ഇത് ശിവഭഗവാന്റെ തന്നെ വലിയൊരു സ്കൾപ്ചറാണ്. വളരെ പീസ്ഫുള്ളാണ് ഈ സ്ഥലം. താങ്ക് യു. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ 1000 days അറൗണ്ട് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ ത്രിപുരയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ത്രിപുരയിൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്താണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ സ്ഥലത്തെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയത് ഒരു ലിഫ്റ്റ് എടുത്തായിരുന്നു. ഒരു ലിഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം നമ്മളിവിടെ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മളെത്തി. ഇനി ഇതിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും കാണിച്ചു തരാം, എന്താണ് ഏതാണ്. അപ്പോൾ വീഡിയോ ഒന്നും തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും കാണുക. ത്രിപുരയിൽ ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടി. ഒരാഴ്ചത്തെ ആയിട്ട് നമ്മൾ ത്രിപുരയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുമായിരുന്നു. ഇതിപ്പോൾ രാവിലെ ഒരു 10 ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം അവിടെ എത്താം. सर भैया आप लोग का नाम क्या है? मेरा नाम प्रताप धरनाथ है. प्रताप. अच्छा ठीक है. अच्छा लगा हमको. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് എടുത്തത് ഇവിടം വരെ എത്തി. ഇനി നമുക്ക് ആ സ്ഥലം കാണാൻ പോവാം. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ ഉണ്ട്, നടന്നു പോകണം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉന്നക്കോട്ടി എന്ന് പറയുന്ന നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നോക്കി നടത്തുന്ന കുറേ ദേവതമാരും ദേവന്മാരുടെയും ഒക്കെ സ്കൾപ്ചർ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ മെയിൻ ആയിട്ടുള്ള സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവഭഗവാന്റെ വലിയൊരു കല്ലിലുള്ള ഒരു 10 ഫീറ്റല്ലേ, 10 ഫീറ്റിലുള്ളൊരു സ്കൾപ്ചറാണെന്നാണ് നമ്മൾ വായിച്ച് പറഞ്ഞത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ പേര് എങ്ങനെ വന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. പിന്നെ ഇവിടെ എത്തേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ വെച്ച് നടക്കാനുണ്ട്. അവിടെ വരെ നമുക്ക് ലിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാഗൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ഉന്നക്കോട്ടി ആ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗേറ്റ്. നമുക്കിനി ടിക്കറ്റ് എടുക്കണോ വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ചോദിച്ചിട്ട് പറയാം. അപ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഒന്നും വാങ്ങിച്ചില്ല, പക്ഷേ ഇവിടെ എൻട്രി ചെയ്യണം, പേരും അഡ്രസ്സൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗ് ഇവിടെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ ഇവരുടെ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ബാഗൊക്കെ വയ്ക്കാനുള്ള സ്ഥലം തന്നു. ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാണ് ഈ ബാഗൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ഉന്നക്കോട്ടി അവിടുന്ന് രജിസ്റ്ററിലൊക്കെ എഴുതി നമ്മൾ അകത്തേക്ക് പോകണം. ഇനി അകത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് നമുക്ക് കാണാം. ഇവിടെ കുറച്ച് കഫേറ്റീരിയ ഒക്കെ ഉണ്ട് സൈഡിൽ. ഈ പുറത്തും കുറേ കടകളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഉന്നക്കോട്ടിയുടെ കാര്യങ്ങളും അതിൻ്റെ ഇതെല്ലാം. അപ്പോൾ ഈ ഉന്നക്കോട്ടി എന്ന് പറഞ്ഞ പേര് വന്നതിനൊരു ഇതുണ്ട്. അതെന്നാന്നറിയോ ലക്ഷ്മി? അതായത് ഇവിടെ ഇവർ പറയുന്ന കഥ എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവഭഗവാൻ കാശിക്ക് പോകാനായിട്ട് പോയ സമയത്ത് ഇവിടെ ഒരു രാത്രി സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ സ്റ്റേ ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ ശിവഭഗവാന്റെ കൂടെ 99,99,999 ദേവന്മാരും ദേവതകളും ഉണ്ടായിരുന്നു. അതായത് 1 കോടിയിൽ ഒരാൾ കുറവ്, അത്രയും ദേവന്മാരും ദേവതകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇവിടെ കിടന്നുറങ്ങി. അപ്പോൾ അന്ന് നമ്മുടെ ശിവഭഗവാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, രാവിലെ നേരത്തെ എണീക്കണം, എല്ലാവരും നമുക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് പിറ്റേ ദിവസം രാവിലെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവഭഗവാൻ എണീറ്റു, പക്ഷെ വേറെ ആരും എണീറ്റില്ല, എല്ലാവരും ഉറങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ ശിവഭഗവാൻ അവരെ ശപിച്ചതാണ്, നിങ്ങളിവിടെ ഒരു കല്ലായി പോകും എന്ന് പറഞ്ഞ് ശപിച്ച് ശിവഭഗവാൻ തന്നെ മുൻപോട്ട് പോയി, ബാക്കി എല്ലാവരും ഇവിടെ ആയിപ്പോയി.
അതായത് ബാക്കി എല്ലാവരും കല്ലായിപ്പോയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഉന്നക്കോട്ടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഹിന്ദി വേർഡാണ് ഉന്നക്കോട്ടി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 1 less than 1 crore, അതായത് 1 കോടിയിൽ താഴെ. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, 99,99,999 ദേവന്മാരും ദേവതകളും ഇവിടെ കല്ലായിപ്പോയി എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് അതിൻ്റെ പേര് വന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുണ്ടോ, ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റാണ് ഈ ഒരു സ്കൾപ്ചർ. ഇത് ശിവഭഗവാന്റെ കല്ലിൽ കൊത്തിയ ഇതാണ്. ഇതിൻ്റെ ശിവഭഗവാന്റെ തലയുടെ മറ്റേ ഇതില്ലേ ജടയിലൂടെ വെള്ളം വരുന്ന ഒരു സ്കൾപ്ചറാണിത്. അങ്ങനെയാണ് നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞത്. ഇത് കണ്ടില്ലേ, ആ എന്നാ വലുതല്ലേ ഇത്, 10 feet ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ദേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ശില്പത്തിൽ നിന്ന് നമുക്ക് ഇനിയും കുറേ നടക്കാനുണ്ട്. ഇതുണ്ടോ, താഴത്തേക്ക് കുറേ സ്റ്റെപ്പുകളുണ്ട്. ദേ അങ്ങോട്ട് സ്റ്റെപ്പുകളുണ്ട്, അവിടേക്ക് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ആ മലയുടെ മുകളിൽ വരെ പോകണം. അവിടെ എല്ലാം നമുക്കിങ്ങനെ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം. അപ്പം നമുക്ക് പയ്യെ ഇവിടുത്തെ ലോക്കൽ ട്രൈബ്സിന്റെ വിശ്വാസം അനുസരിച്ച് ഈ സ്കൾപ്ചർ ഒക്കെ ഉണ്ടാക്കിയത് ഒരു കല്ലു ഗുർജർ എന്ന് പറഞ്ഞ വ്യക്തിയാണെന്നാണ് പറയുന്നത്. കല്ലു ഗുർജർ എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെ ഒരു കഴിഞ്ഞ ഒരു ഭക്തനായിരുന്നു. അപ്പം പാർവതിയും ശിവഭഗവാനും കൈലാസത്തോട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കല്ലു ഗുർജറിനും പോകണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പം ശിവഭഗവാന് ഒരു കണ്ടീഷൻ വെച്ചു, നീ ഒരു നൈറ്റ് കൊണ്ട് 1,000 അല്ല 1 കോടി ശിവ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വെച്ചു. അപ്പോൾ കല്ലു ഗുർജർ അദ്ദേഹം ഒരു രാത്രി മുഴുവനും ആ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി ലാസ്റ്റ് ആയപ്പം 1 കോടിയിൽ നിന്ന് ഒരെണ്ണം ഒരു സ്കൾപ്ചർ കുറവായതുകൊണ്ട് അതിനെ ഒരു എക്സ്ക്യൂസ് ആക്കി ശിവഭഗവാൻ കല്ലു ഗുർജറിനെ ഇവിടെ തന്നെ ഉന്നക്കോട്ടി തന്നെ വിട്ടിട്ട് പോയി. അങ്ങനെ ഒരു ട്രൈബൽ വിശ്വാസമുണ്ട്. അപ്പോൾ കല്ലു ഗുർജറും ബാക്കി 99,99,999 കല്ലിൽ കൊത്തിയ രൂപങ്ങളും ആക്കി ശിവഭഗവാൻ പോയി എന്ന് പറയുന്ന ഒരു വിശ്വാസം കൂടി ഉണ്ട് നമ്മുടെ ലോക്കൽസിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജാനുവരി വന്നിട്ടാണ്, അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് വരികയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ഫുള്ള് ഗ്രീനറി ആയിരിക്കും, അടിപൊളിയായിരിക്കും ആ സമയത്ത് കാണാനൊക്കെ. ഫോട്ടോയിലൊക്കെ അങ്ങനെയാണ്, നല്ല രസമുണ്ട് കാണാൻ. ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളപ്പോൾ നല്ല എടുത്ത് നിൽക്കുന്നു. ഈ കല്ലിലും ഉണ്ട്. പക്ഷേ ഇതെന്താ, അപ്പോൾ നന്ദി പശുവിൻ്റെ ഈ സ്ട്രക്ചറും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിഞ്ഞ് മുകളിലേക്ക് കയറിയതേ ഇത് ശിവഭഗവാന്റെ തന്നെ വലിയൊരു സ്കൾപ്ചറാണ്. കുറച്ച് മുകളിൽ സ്റ്റേസ് കയറി വന്നാൽ നമുക്ക് കാണാം ദുർഗാദേവിയുടെയും കാൽഭൈരവ ദൈവത്തിൻ്റെയും 2 സ്കൾപ്ചേഴ്സ്. ഇത് രണ്ടും അത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കണ്ട് കുറച്ചും കൂടെ മുമ്പിലോട്ട് പോവാം. അവിടെ വേറെയും കുറേ ഉണ്ട്, നമുക്ക് അതൊക്കെ കാണാം. ഇച്ചിരി അങ്ങ് കയറാനുണ്ട്, പിന്നെ ആ വഴിയും പോകാനുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഓരോരോ സ്കൾപ്ചേഴ്സൊക്കെ കാണാൻ കല്ലിൽ കൊത്തിച്ചാണ്. ഇനി ഇത് ഭയങ്കര വലിയ കയറ്റമാണ്. ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ കയറാനുണ്ട്. അവിടെ എന്നാന്നുള്ളത് നമുക്ക് കയറി നോക്കാം. അങ്ങനെ നമ്മൾ മുകളിൽ കയറി. ഇതുണ്ടോ, മുകളിലും കുറച്ച് സ്കൾപ്ചേഴ്സൊക്കെ നമുക്ക് കാണാം. അതുണ്ടല്ലേ അവിടെ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മുകളിലേക്കല്ല, ഇനി നമുക്ക് വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയാൽ ആ ഒരു സൈഡിൽ കൂടെ കവർ ചെയ്യാം. അവിടെ വേറെ കുറേ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് മുകളിലത്തെ കല്ലുകളിൽ. ഇവിടെ പല കല്ലിലും കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മുകളിലേക്ക് കുറച്ചൊരു വഴിയും കൂടെ ഉണ്ട്, നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. ലക്ഷ്മി ആദ്യം അവിടെ എത്തിയാ? ഇവിടെ ഒരു അമ്പലം കൂടെ ഉണ്ട്. ഓ, ഇത് പൂട്ടിട്ടേക്കാണ്. ഇവിടെയും കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ട്. ഇതുണ്ടോ, എനിക്കങ്ങനെ അവിടുന്ന് വല്ലതും പോകാൻ തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതായിരിക്കും. അങ്ങനെ ഇതിൻ്റെ അകത്തും കുറേ സ്കൾപ്ചേഴ്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കല്ല് കൊത്തിയതാണ്. അപ്പോൾ നമ്മൾ ഇനി താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴെ ഇനി നമുക്ക് കുറേ സ്കൾപ്ചറും കൂടെ ബാക്കി ഒരു സൈഡിൽ കാണാനുണ്ട്. അപ്പോൾ അതും കൂടെ കാണാം നമുക്ക്. വളരെ പീസ്ഫുള്ളാണ് ഈ സ്ഥലം. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ ഓൾറെഡി ട്യൂസ്ഡേ വെനസ്ഡേ ആണ് ഇന്ന്. വെനസ്ഡേ ആയതുകൊണ്ടായിരിക്കണം സൺഡേയിലൊക്കെ നല്ല തിരക്കുണ്ടാവും. ഇത് കുറച്ച് പിക്നിക് സ്പോട്ടുണ്ട് പുറത്തൊക്കെ.
അപ്പോൾ അവിടെയൊക്കെ കുറേ വേസ്റ്റുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ സൺഡേ നല്ല തിരക്ക് കാണും. ഇവിടെ വെനസ്ഡേ ആയതുകൊണ്ടാണ് ഇന്ന് റഷൊന്നും ഇല്ലാത്തത്. അപ്പോൾ വരുന്നവർ തീർച്ചയായിട്ടും വീക്കെൻഡിലൊന്നും വരാതെ ഏതെങ്കിലും വീക്ക് ഡേയ്സിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് ഇതുപോലെ ഞങ്ങൾ നടക്കണ പോലെ ഒരു മനുഷ്യരില്ലാതെ കാണാം. നല്ല രസമുണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കാൻ. ഇവിടെ നോക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോഴത്തേ ഇത് കുറേ ഒരു റൗണ്ട് അടിച്ചിട്ടുള്ളൊരു വഴിയാണ്. ഇവിടെയാണ് ഗണപതി ഭഗവാന്റെ സ്കൾപ്ചർ ഉള്ളത്. നമുക്ക് താഴെ പോയിട്ട് ഇച്ചിരി കൂടെ കാണാം. ഇവിടെ ഒന്നും ശരിക്കും കാണുന്നില്ല. സൈഡിൽ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. അടിപൊളി. വെള്ളത്തിൻ്റെ കളർ നോക്കി, നല്ല വെള്ളം. ആണോ? അടിപൊളിയായിട്ട് കാണാമല്ലോ ഇവിടുന്ന്. കണ്ടാ? അതെ, ചെയ്ത ആളെ സമ്മതിക്കണം. കല്ലിൽ എന്തോരം നേരെ ഇരുന്നിട്ടായിരിക്കും ഇതെല്ലാം കൊത്തിയുണ്ടാക്കിയേ. അടിപൊളിയല്ലേ? കണ്ടോ? ഇവിടുന്ന് അതേ മുകളിലത്തെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്ഥലം അടിപൊളിയാണ്. ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ. ഇതിപ്പോൾ എല്ലോ മഴക്കാലം അറിയാൻ ഭയങ്കര രസമായിരുന്നു ഇവിടെ. അത് ഇനി നമുക്ക് പോകണമെങ്കിൽ ഇതേ താഴെ ഇറങ്ങി മുകളിലേക്ക് വീണ്ടും അങ്ങേറ്റം വരെ കയറണം. കുറേ കയറാനുണ്ട്. അവിടെ കുറേ സ്കൂൾ പിള്ളേരൊക്കെ വന്നു. അതാണ് ബഹളമൊക്കെ കേൾക്കുന്നത്. അതെ, നമ്മൾ പീസ്ഫുള്ളായിട്ട് ഉണ്ട്. ഇവിടെ പിള്ളേരെല്ലാം ബഹളം വെച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മളിവിടെ അത്ര പീസ്ഫുള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അന്നേരം തന്നെ സ്കൂൾ പിള്ളേരെല്ലാം വന്ന്. സ്കൂൾ പിള്ളേർ വന്നാൽ നോർമലി അങ്ങനെയാണ്. അത് അവരുടെ രസമല്ലേ ഇതൊക്കെ. അവർ ഒരു ഡേ ടൂറാന്ന് തോന്നുന്നു. ടൂർ അടിച്ച് വിളിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി ഇറങ്ങണം. ഇനി നമ്മളിനി മുകളിൽ കയറി നമുക്ക് വേണം പോകാൻ. അപ്പോൾ അതേ നമ്മൾ ഇവിടുത്തെ ശില്പങ്ങളും എല്ലാം കണ്ടിട്ട് നമ്മളിത് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് കാണിക്കാനുള്ളത്. നമ്മുടെ ഉന്നക്കോട്ടി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്, ത്രിപുരയിലെ. അപ്പോൾ നമ്മൾ ഇനി ഇതുപോലെയുള്ള വീഡിയോകളുണ്ടാവും. ഇനി നമുക്ക് ത്രിപുരയുടെ കുറച്ച് കാര്യങ്ങളൂടെ കാണിക്കാനുണ്ട്. അതും അടുത്ത വീഡിയോകളൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റ് ഫുള്ള് കവർ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ആ വീഡിയോ കാണിക്കണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനുമാണ് നമ്മുടെ പ്രചോദനം അടുത്ത വീഡിയോ ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കാണട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ